അപ്പൂപ്പ അമ്മൂമ്മ ബലൂൺ വാങ്ങിച്ചേരോ? ഇത് അപ്പൂപ്പ അമ്മൂമ്മ ബലൂൺ. അപ്പൂപ്പനെ എവിടെ അമ്മൂമ്മ ബലൂൺ മേടിച്ചേരാ? അയ്യോ അതല്ല അപ്പൂപ്പ, ഒരു പി പി സാധനം ഉണ്ട്, നമ്മൾ പി പി ഇല്ലേ അതിന്റെ ഇവിടെ ഒരു ബലൂൺ കാണും. നമ്മളിങ്ങനെ ഊതുമ്പോ അത് ഇങ്ങനെ ആവുമ്പം പ്രസ് ആവുമ്പോഴത്തേക്ക് അത് അമ്മൂമ്മ അപ്പൂപ്പ അമ്മൂമ്മ അപ്പൂപ്പ അങ്ങനെ ശബ്ദം കാണിക്കും. ആ അപ്പൂപ്പ മേടിച്ചേരാട്ടാ. രണ്ടെണ്ണം വാങ്ങിച്ചേരോ? എന്തിനാ രണ്ടെണ്ണം? കൂട്ടുകാർക്ക് എടുക്കാനാ. എന്നാ പിന്നെ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്ക് മേടിച്ചേരാടി. അത് കുഴപ്പമില്ല. തന്തയുടെ അതേ സ്വഭാവം. നനഞ്ഞേടം കുടിച്ചിറങ്ങിയേക്കുക. അമ്മാവ ചായ എടുക്കണോ? വേണ്ട, ഇത്തിരി വെള്ളം മതി. ഇറങ്ങി ഞാൻ ഒന്നിരുന്നൊന്ന് മയങ്ങിപ്പോയി. നേരം എന്നെ എന്റെ പേര് രജിസ്റ്റർ ചെയ്ത് പറഞ്ഞോ? ഞാൻ ഏറ്റവും നീ ഞാൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് നിന്നാൽ മതി. കാരണം ഞാൻ പറഞ്ഞ സംശയം നമുക്ക് ഇറങ്ങാം. അല്ല ഞങ്ങളൊപ്പേ പുറത്തു പോയിട്ട് വരാം. എന്തിന്? പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു 50 സെന്റ് സ്ഥലം കിടപ്പുണ്ടല്ലോ. അപ്പൊ അത് വാങ്ങാനായിട്ട് അമ്മ ഒരു പാർട്ടി നിൽപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കായിട്ടേക്കുവാ. എന്തെന്ന്? അവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ടേ. ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു 50 സെന്റ് സ്ഥലം. തെങ്ങുംപുരയിടം. തെങ്ങുംപുരയിടം. അപ്പൊ അത് വിൽക്കാൻ വേണ്ടിട്ടേ ഒരാള് നമ്മുടെ വാങ്ങാണ്ട്. അപ്പൊ അതൊന്ന് കച്ചവടാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട്. ഏതാള്? രാഘവൻ. ഗോപാലൻ. രാഘവന്റെ സ്ഥലം ഗോപാലൻ മേടിക്കണോ? അതെ. അപ്പൊ അതൊന്ന് കച്ചവടാക്കാൻ വേണ്ടിട്ട്. ഇന്നോ? ഇന്നിപ്പൊ അങ്ങനെ കച്ചവടാക്കാൻ പോവണ്ട. തുടങ്ങി. ഒന്നുമല്ല, അമ്പലത്തിൽ ഉത്സവാന്നേ. അതല്ല, ഈ ഉത്സവ ദിവസമാകുമ്പോ വേറെ ബ്രോക്കർമാര് വരില്ല. ഇന്ന് കയ്യോടെ നടക്കും. നാളെ വേറെ വല്ലവരും വന്നാൽ കിട്ടണ കാശ് ഇവക്ക് ഇത് വല്ല അറിയാമോ? വീട്ടിൽ ഇരുന്നിട്ട് പൈസ എന്ന് പറഞ്ഞാൽ മതി. നമ്മള് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ അങ്ങോട്ട് തേണ്ടാൻ പോവല്ലേ? ഉത്സവത്തിന് സമയം ഇനിയും കിടക്കല്ലേ, വൈകുന്നേരം അല്ലേ? ഇപ്പൊ മണി 3 ആയുള്ളൂ. വെള്ളം വെക്കല്ലേ? ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പോവാം. നിങ്ങൾ വരുമല്ല, ഞാനും കൊച്ചു ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നീ എന്താ പറയണ? ചായ ഇവിടെ വന്നിട്ടേ കുടിക്കുള്ളൂ. ചായ നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ കുടിക്കണ്ട, എനിക്ക് അമ്പലത്തിൽ പോണം. ഇതറിയാലോ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പൊ എവള് തടസ്സം നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എവളുടെ കൂടെ കൂടിയ ശേഷം ഞാൻ ഇങ്ങനെ മുരടിച്ചു പോയ. അയ്യോ, എന്താ കയ്യാ? വരുവോ? എനിക്ക് അത്ര അറിയണം. വരുന്ന് തക്കളിമാളെ റെഡി ആയി നിൽക്കിട്ടാ. സത്യമായിട്ട് ഞാൻ കൊന്നു. ഞങ്ങൾ അതുവഴി യുഗാണ്ടേ പോവും. പോയിട്ട് ഇങ്ങോട്ട് വരുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയായിട്ട് പോവാലോ. കള്ളു കുടിക്കാനായിട്ട് പോണോ? അയ്യോ ഞാൻ അമ്മ പോണ്ട, അമ്മ ഒരിടത്തും പോണ്ട. അയ്യോ, ഞാനായിട്ട് ഇനി നിങ്ങളെ മുരടിപ്പിക്കണില്ല. പോയി പൂത്ത് തളിർത്തിട്ടൊക്കെ വാ. ഓട്ടോക്കുള്ള പൈസ ഉണ്ടല്ലോ അല്ലേ? ആ കണ്ടാലുണ്ട്, ഇങ്ങോട്ട് പോരെ. പറ്റിക്കരുത്. റെഡി ആയിക്കേട്ടാ. നീ എന്താ എന്റെ കുന്തത്തിന്റെ മുകളിൽ കയറി? നിങ്ങൾ വന്നേ, തലയിൽ രണ്ടിടട്ടെ. വേണ്ട. എന്റെ കൊച്ചേതേ അവിടെ ആ സൈഡിലിരിക്കണം, നോക്കടി. ഇതോ? വേഗം എടുത്തിട്ടെ. ഇതുവരെ ഉടുപ്പിട്ടില്ല അവിടെ. കഴിഞ്ഞില്ലേ? ഇവിടെ വാ. കിട്ടിയോ? മതിയോ അങ്ങനെ? ഈ പാല് കുടിച്ചേ. അയ്യോ എനിക്ക് വേണ്ട. എന്റെ കയ്യേ വേണ്ട, കുടിക്കടി. എവിടെ ചെല്ലുമ്പോഴത്തേനും അമ്പലപ്പറമ്പ് കൂടി നടക്കേണ്ടതാ. ചൂട്. പതുക്കെ കുടിച്ചാ മതി. ഇതവിടെ നിന്ന് കുടിക്കാൻ മുടിയിട്ട് തരാം. അമ്മ ഞാൻ കെട്ടിപ്പോലെ. അറിഞ്ഞൂടാ. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ നീ കിട്ടിയാ മതി. എപ്പോഴും ഒരു കെട്ടുണ്ട്, അത് മാത്രമേ കെട്ടുള്ളൂ ബാക്കിലോട്ട്. അതായിരിക്കും ഇന്നും കെട്ടാൻ പോണം. അതെ, നിന്നെ അവിടെ പെണ്ണ് കാണാൻ ആരും നിൽപ്പില്ല കേട്ടാ. എന്നാലും സ്ഥലത്ത് പോകുമ്പോ മര്യാദ പോണം. അത്രയൊക്കെ മര്യാദ മതി. നീയേ ക്ലീറ്റോന്റെ മോളല്ലേ? തങ്കത്തിന്റെ അല്ലേ? തങ്കത്തിന്റെയുമാണ് ക്ലീറ്റോന്റെ. നോക്കട്ടെ, ഞാൻ കെട്ടിയാ മതിയോ? വേണ്ട, ഞാൻ കെട്ടാന്ന്. ഇത് കെട്ടാ ആദ്യം. അമ്മ ഇത് കെട്ടാ. പെണ്ണിനെ കൂടെ വലിയ പോടാ അങ്ങോട്ട്. ഇല്ലെങ്കിൽ പഫ് വയ്ക്കാൻ ഒക്കില്ല. ഈ ക്ലിപ്പ് ഞാൻ വെച്ചോളാം. അമ്മയ്ക്ക് പോയാ ഇത് കുടിച്ചെടി. പോയാ കമ്മലിന്റെ ചെപ്പെടുത്തുണ്ടെന്നേ. അമ്മ ഞാനേ ഇന്ന് ആ
വലിയ കമ്മലിടെ വലുതൊന്നും ഇടണ്ട, കൊച്ചു ഇടാൻ സമ്മതിക്കും. അത് മതി. ഞാൻ വാച്ച് ഇട്ടോട്ടെ അമ്മ. ആ വാച്ചൊക്കെ വേണമെങ്കിൽ കെട്ടിക്കോ. പുതിയ വാച്ച്. അമ്മയുടെ തലയിലിരുന്ന സാധനം അവിടെ ഉണ്ടോ നോക്കിയ മോനെ. ഈ കമ്മലിടെ ഇട് ഇട്. അമ്മക്ക് എന്ത് യാത്ര? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ ഇത് കുടിച്ചേ. അത് കുടിക്കാം. നീ അതാന് വെച്ചോണ്ടിരിക്കും. അമ്മ അച്ഛനെ വിളിയമ്മ. അച്ഛനെയൊക്കെ വിളിക്കാം. നിന്റെ അച്ഛനുണ്ടല്ലോ ഫോണെടുത്ത്. ഫോൺ താവണേ. എവിടെ? ദോ ഇരിക്കുന്ന. ക്ലീറ്റോനെ എപ്പൊ പറഞ്ഞു വിട്ടാന്നറിയാമോ ഞാൻ. ശരിയാക്കണ്ട് ഞാൻ. സമയം പോണു. കണ്ട എടുക്കാത്ത കണ്ട മനുഷ്യൻ. അപ്പൂപ്പനെ വിളിയെങ്കി. അപ്പൂപ്പനും എടുക്കണില്ല, ഇപ്പൂപ്പനും എടുക്കണില്ല. അമ്മ സമയായോ? എനിക്ക് എന്തൊക്കെ വാങ്ങണോന്നോ? എന്ത് വാങ്ങാൻ? എനിക്ക് അപ്പൂപ്പനും അമ്മമ്മ ബലൂൺ വാങ്ങിച്ചിടാന്നോ. ഞാനേ കാണും. അമ്മ പെട്ടെന്ന് അമ്മ. അതിന് ഞാൻ എന്ത് ചെയ്യാൻ വരണ്ട ഇങ്ങോട്ട്? വിളിക്കേ. വിളിച്ചതല്ലേ ഇപ്പൊ. എനിക്കൊരു കാര്യം കനകമാമനെ വിളി. സ്ഥലക്കച്ചവടം പറഞ്ഞു പോയൊക്കെ കനകമാമനെ ഒന്നും വിളിക്കാൻ പറ്റില്ല. നീ പോവണ്ട. പിന്നെ അല്ലാതെ മനുഷ്യനായ ഒരു ഉത്തരവാദിത്തം വേണം. എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മുങ്ങും ഇവിടുന്ന്. കൊണ്ടുപോവല്ലേ? നീ ഇരുന്ന് മോങ്ങിക്കോ, നിനക്ക് മോങ്ങാനാ വിധി. പിന്നെ കൊതിപ്പിച്ച ഞാനാണോ? അത് വാങ്ങിച്ചാലേ ഇത് വാങ്ങിച്ചാലേ തോന്നൂല്ലോ. പാലുടിച്ചെടി അവിടെ ഇരിക്കട്ടെ. ഹലോ ഹലോ, ആ എടാ ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിക്കുക വീട്ടില്. ഇല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലീറ്റോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അവളിതേ കരഞ്ഞു വിട്ടിരുന്ന് ഉറങ്ങി. ഒറ്റയ്ക്ക് എങ്ങനെ എനിക്ക്? നീ ഒരു ഓട്ടോ പിടിച്ചോണ്ട് വരുമോ? ഞങ്ങളൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വേഗം. എടാ പാവോടാ അവള്. ആ ഒരുങ്ങി നിക്കുക. ആ ആ ആ ശരി ശരി. അരമണിക്കൂറാ? ആ ശരി എന്നാ. ആ കുഞ്ഞേ, കുറച്ച് കഴിയുമ്പോ മാമൻ വരും. എഴുന്നേറ്റ്. Alien versus Alien.